വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, നിങ്ങൾ കള്ളനെന്ന് വിളിച്ചില്ലേ. 2021 പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഈ വരികൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചൊല്ലേണ്ടി വരുന്നുണ്ട്. കവി അയ്യപ്പ പണിക്കരുടെ കവിതയിൽ നിന്നാണ്. ഇതിപ്പം ഓരോരോ കാര്യങ്ങൾ മോഷ്ടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഒരു ആവശ്യം ആ കവിതയിൽ നിരത്തുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സ്വർണം മോഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതും അയ്യപ്പന്റെ സ്വർണമാണെങ്കിലും ആരുടെ സ്വർണമാണെങ്കിലും, ഇനി അതല്ല പൊൻകുരിശാണെ പോലും ഇവർക്കൊക്കെ സഹാക്കന്മാർ നോട്ടമിട്ടാൽ പിന്നെ അത് തീർന്നു. നമ്മുടെ മീശ മാധവനിലെ മാധവന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഇവർ നോട്ടമിട്ടോ പിന്നെ അത് അവിടുന്ന് പോയിരിക്കും. ഇപ്പൊ ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ശബരിമലയിൽ ദ്വാരപാലകരുടെ ആ പാളികൾ മാത്രമല്ല, സ്വർണപ്പാളികൾ മാത്രമല്ല, ഇനി ഇത് അങ്ങോട്ട് പോവുകയാണ്. പണ്ടേ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് ശബരിമലയിൽ നിന്ന് പണം വാരാം എന്ന്. നമ്മൾ കരുതിയിരുന്നത് ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നു, നടവരവ് കൂടുന്നു, അതുപോലെ തന്നെ തീർത്ഥാടകരുടെ ഒഴുക്കുണ്ടാകുമ്പോൾ കേരളത്തിലെ പൊതുവിപണി ഉണരുന്നു, അതിലൂടെ ഖജനാവിലേക്ക് കോടികൾ എത്തുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒരു സാധാരണ മനുഷ്യൻ ആലോചിക്കുന്നത്. പക്ഷെ ഈ പണം വാരൽ എന്ന് പറഞ്ഞത് ഈ സ്വർണം വാരലിലൂടെ തന്നെയാണെന്നുള്ളത് പിന്നീടാണ് അറിഞ്ഞത്. എന്തായാലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിൻ്റെയെങ്കിലും ഒരു ഫലത്തിലെത്തുമെന്നുള്ളത് ഇപ്പം തെളിഞ്ഞിരിക്കുകയാണ്. പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിച്ചത് അയ്യപ്പൻ തന്നെയാണ്. ഏതായാലും അത് നടന്നത് നന്നായി. അയ്യപ്പ സംഗമത്തിനെ എല്ലാവരും വിമർശിച്ച് നടന്നല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ എല്ലാം ഒരു നല്ലതിന് വേണ്ടിയാണ് എന്നുള്ളത്. ഇതിപ്പം ഈ സർക്കാരിനെ കൊണ്ട് പലതും പറയിപ്പിക്കും. അയ്യപ്പന്റെ മുന്നിൽ പോയി ഏത്തമിട്ട് ശയനപ്രദക്ഷിണം വരെ നടത്തേണ്ടി വരും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പൊ പലരും ദേവസ്വം മന്ത്രിമാരെ, മുൻകാല ദേവസ്വം മന്ത്രിമാരെ ഒക്കെ തന്നെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നു. ദേവസ്വം കമ്മീഷണറെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നു. ദേവസ്വം പ്രസിഡന്റുമാരെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നു. ഞാൻ പറയുന്നത് അതിനോടൊപ്പം മുൻകാലങ്ങളിലെ ശബരിമലയിലെ മുൻ മേൽശാന്തിമാരുടെയും അഭിപ്രായം കേൾക്കണം. അവർക്കും പല കാര്യങ്ങൾ അറിയാം. കാരണം ഈ മേൽശാന്തിമാര് 1996 മുതൽ പുറപ്പെടാ മേൽശാന്തിമാരാണ്. അതായത് ഒരു തീർത്ഥാടന കാലം മുതൽ അടുത്ത വർഷത്തെ തീർത്ഥാടന കാലം തുടങ്ങുന്നിടം വരെ ഇവർ സന്നിധാനത്ത് തന്നെ താമസിക്കുകയാണ് ചെയ്യുന്നത്. സന്നിധാനത്തെയും മാളികപ്പുറത്തെയും മേൽശാന്തിമാർ, ഇവരെ പറയുന്നത് പുറപ്പെടാ ശാന്തിക്കാർ എന്നാണ് പറയുന്നത്. അത് വരാൻ കാരണം നമുക്കറിയാം. ഒരു വർഷം ഇതുപോലെ മലയാള മാസ പൂജ കഴിഞ്ഞ് പോകുമ്പോൾ ശബരിമലയിലെ മേൽശാന്തി നിലയ്ക്കൽ ഇറങ്ങി നിലയ്ക്കൽ പള്ളിയിൽ കയറി അവിടുത്തെ വൈദികന് ശബരിമല മൂലമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അത് വലിയ വിവാദമുണ്ടാക്കി. അതിനുശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അപ്പൊ ഈ ഒരു വർഷ കാലയളവിൽ അവർ അവിടെ താമസിക്കുകയാണ് എന്ന് വിചാരിച്ച് അവര് അയ്യപ്പനെ മോഷിച്ചുകൊണ്ട് പോകുന്നല്ല ഞാൻ പറയുന്നത്. ആ കാലയളവിലൊക്കെ തന്നെ സഹായികളും പരികർമ്മികളും ഒക്കെ അവിടെ വരുന്നുണ്ട്, സ്പോൺസർമാരും. അതുപോലെ ഇത്തരത്തിലുള്ള ഉണ്ണികൃഷ്ണന്മാരൊക്കെ അവിടെ ഓടിക്കളിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ ഓടിക്കളിക്കുമ്പോൾ മറ്റൊരു ഉണ്ണി എന്തിനാണ് എന്ന് പറഞ്ഞതുപോലെ ഇവർക്കൊക്കെ സർക്കാരിന് ഇനി വേറൊരു ഉണ്ണി വേണ്ട. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അവതാരം തന്നെ മതിയല്ലോ. ഉണ്ണികൃഷ്ണനെ ശബരിമലയുടെ തിരുമുറ്റത്ത് എത്ര തവണ ഓടിക്കളിച്ചിട്ടുണ്ട്. ആ ഓടിക്കളിച്ചതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? ഇതൊക്കെ അന്വേഷണത്തിലേക്ക് തന്നെ പോകണം.
മേൽശാന്തിമാരുടെ കയ്യിൽ നിന്നും അഭിപ്രായം ശേഖരിക്കണം. അവരെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിൽ ചോദ്യം ചെയ്യണമെന്നല്ല പറയുന്നത്, അവരിൽ നിന്ന് പല കാര്യങ്ങൾ ശേഖരിക്കണം. 1 വർഷം തങ്ങുന്നവരാണ്. ഈ കാലയളവില്, അതായത് മാസപൂജയും തീർത്ഥാടന കാലവും അല്ലാതെ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്, അതായത് അവിടെ പ്രവർത്തിക്കുന്ന ചില ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. വാട്ടർ അതോറിറ്റി, BSNL, പോലീസ് സ്റ്റേഷന്, മരാമത്ത്, ഇങ്ങനെയുള്ള ചില വകുപ്പുകളുണ്ട്. ആ വകുപ്പില് KSEB 1-2 പേരായിരിക്കും, ജീവനക്കാരായിരിക്കും അവിടെ ഉള്ളത്. അവർ മാറി മാറിയായിരിക്കും ഉണ്ടാവുക. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ മേൽശാന്തിമാരും അവരുടെ സഹായികളായിട്ടുള്ള 1-2 പേരും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ പണിക്കാരും ഒക്കെ അവിടെ ഉള്ളത് കൊണ്ട് എപ്പോഴും അവിടെ ശബരിമലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓരോ മാസപൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ മറ്റ് നിർമ്മാണ കാര്യങ്ങളും ഒക്കെ നടക്കും. അപ്പൊ ഈ കാലയളവിലൊക്കെ ഈ ഉണ്ണികൃഷ്ണനെ പോലുള്ള അവതാരങ്ങൾ പല പ്രാവശ്യം ശബരിമല കയറി ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് സംശയിക്കേണ്ടതായ കാര്യമാണ്. ശബരിമലയില് മണ്ഡലപൂജ വേളയില്, അതായത് ആ 41 ദിവസത്തെ തീർത്ഥാടന കാലത്തിന്റെ പരിസമാപ്തിയിൽ അന്ന് വൈകുന്നേരം ശ്രീകോവിലിൽ ചാർത്തുന്നത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ശബരിമലയിൽ നടക്കി വെച്ചതാണ് 450 പവൻ തൂക്കം വരുന്ന തങ്കയങ്കി. 450 പവൻ. ഇത് സൂക്ഷിക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിലാണ്. ശബരിമലയുടെ അത്യാവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്, തങ്കയങ്കി സൂക്ഷിക്കുന്നത് ആറന്മുള സ്ട്രോങ് റൂമിലാണ്. മറിച്ച് മകരവിളക്ക് സമയത്ത് ചാർത്തുന്ന തിരുവാഭരണം ശിരസിലേന്തി പന്തളത്ത് നിന്ന് 83 കിലോമീറ്റർ താണ്ടി 13 വില്ലേജുകളിലൂടെ കടന്നു വരുന്ന തിരുവാഭരണം അത് സൂക്ഷിക്കുന്നത് പന്തളം കൊട്ടാരത്തിലെ സ്ട്രോങ് റൂമിലാണ്. അത് മകരവിളക്കത്തിന് മാത്രമായിരിക്കും ശബരിമലയിലേക്ക് കൊണ്ടുപോവുക. അത് തനി തങ്കമാണ്. അത് യോദ്ധാവിന്റെ രൂപത്തോടു കൂടിയ മുഖം, സ്വർണവാള്, ചുരിക, ആന, കുതിര, ഈ രൂപങ്ങളെല്ലാം ഇതെല്ലാം തനി തങ്കത്തിലാണ്. ഇന്നേ വരെ അതിന്റെ തൂക്കം പോലും നിശ്ചയിച്ചിട്ടില്ല. അത് നെട്ടൂർ പേടക മാതൃകയിൽ, നെട്ടൂർ പെട്ടി ആ രൂപത്തിലാണ് അത് ചെയ്ത. 3 പേടകങ്ങളിലായിട്ടാണ് സന്നിധാനത്തേക്ക് നീങ്ങുന്നത്. തിരുവാഭരണ വാഹക സംഘമുണ്ട്. അത് തിരികെ പന്തളത്ത് തന്നെ എത്തുന്നു. അത് അവിടെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നു. അത് കൊട്ടാരമാണ് അതിന്റെ മുഴുവൻ കസ്റ്റോഡിയൻ. ഇതിലും സർക്കാർ നോട്ടമിട്ടിട്ടുള്ളതാണ്. മുഴുവൻ ശബരിമലയുടെ മുഴുവൻ ഉത്തരവാദിത്വം കൊട്ടാരത്തിൽ നിന്ന് പോലും പിടിച്ചെടുത്തുകൊണ്ട് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സർക്കാർ ഏറ്റെടുക്കാൻ ഒരു ശ്രമം നടത്തിയതാണ്. ശബരിമല യുവതീ പ്രവേശ സമയത്തിന്റെ അതിൻ്റെയൊക്കെ ഒരു തുടക്കം അതിനായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം, ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തങ്കയങ്കി, നേരത്തെ ഞാൻ പറഞ്ഞ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവും നടക്കി വെച്ച 450 പവൻ തൂക്കം വരുന്ന അത് ശിരസിലേറ്റിയല്ല കൊണ്ടുപോകുന്നത്. അത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് എടുത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഒരു രഥത്തിലാണ് കൊണ്ടുപോകുന്നത്. നിരവധി ക്ഷേത്രങ്ങളിലെ താമസിച്ച് അതുപോലെ തന്നെ യാത്രയിലെല്ലാം ഉടനീളം പ്രദർശിപ്പിച്ച് ഭക്തരുടെയൊക്കെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. പമ്പയിലെത്തിയതിനു ശേഷം അവിടെ നിന്ന് ശിരസിലേറ്റി പോകും. ഈ തങ്കയങ്കി പോലും അത് യഥാർത്ഥ തങ്കയങ്കി തന്നെ ആണായിട്ടാണോ ഇപ്പോഴും ഇരിക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിലൊക്കെ ആരൊക്കെ കൈവച്ചിരിക്കുന്നു? രാജാവ് നടക്കി വെച്ച് കഴിഞ്ഞു, അത് തീർന്നു കഴിഞ്ഞു.
പിന്നെ അവർക്ക് അതിനകത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ലല്ലോ. പിന്നെ പോകുന്നത് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കും മറ്റുമാണ്. അപ്പോൾ അതിലും ഈ കള്ളന്മാര്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ശബരിമലയിലെ ഭൂലോക കള്ളന്മാര് അവിടെയൊക്കെ അവതരിച്ചിട്ടുണ്ടോ? അതും ശരിയായ രീതിയിൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു.